പ്രകൃതി സൗന്ദര്യം കൊണ്ട് അനുഗ്രഹീതമായ ഇടുക്കി ജില്ലയിലെ മൂലമറ്റത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. KSEB ഉദ്യോഗസ്ഥയായ സെൽവി അവരുടെ റിട്ടയർമെന്റ് ലൈഫ് ചെലവഴിക്കാനായി പണി കഴിപ്പിച്ച ഒരു സിമ്പിൾ ആൻഡ് അടിപൊളിയായിട്ടുള്ള ഒരു വീടാണ് മൈഫിനർത്തിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ഈ വീടിന്റെ സ്പെഷ്യാലിറ്റി ആരംഭിക്കുന്നത് തന്നെ ഈ ഡോറിൽ നിന്നാണ്. നിലമ്പൂർ തേക്ക് വെച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത്. പിന്നെ നമുക്ക് നേരെ ചെല്ലുമ്പോൾ ഒരു TV യൂണിറ്റ് കാണാൻ സാധിക്കും. ഇത് സെഞ്ചുറി പ്ലൈവുഡ് ആൻഡ് ലാമിനേറ്റ്സ് ആണ് ഇതിനു വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ 2x3 സോഫ വെച്ച് ഇവിടെ മനോഹരാക്കിയിട്ടുണ്ട്. കൂടാതെ തന്നെ മുകളിൽ നോക്കുമ്പോൾ നമുക്കൊരു പ്രൊഫൈൽ ലൈറ്റ് കൊടുത്തിട്ട് ഒരു പ്രത്യേക ഒരു ആംബിയൻസും ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ലിവിംഗ് ഏരിയ എന്ന് വരുമ്പോൾ ഇവിടെ ഒരു കൊറിഡോർ സ്പേസ് കാണാം. ഇതിന്റെ വാൾ ചെയ്തിരിക്കുന്നത് WPC ലൂവേഴ്സ് വെച്ചിട്ടാണ്. അതുപോലെ തന്നെ ഈ ഏരിയ കുറച്ചുകൂടി മനോഹരമാക്കാനായിട്ട് ബുദ്ധന്റെ പ്രതിമയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ താഴെ തന്നെ പിബിൾസും പ്ലാന്റ്സ് ഒക്കെ വെച്ചിട്ട് കുറച്ചുകൂടി ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ വീടിന്റെ മെയിൻ ഏരിയയിലാണ്, കിച്ചണിലാണ് നിൽക്കുന്നത്. ഇതൊരു ഓപ്പൺ കിച്ചൺ ആണ്. ഈ കിച്ചൺ കൂടുതൽ മനോഹരമാക്കാനായിട്ട് 2 ഷാൻഡിയർ ലൈറ്റ്സ് ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് നാനോ വൈറ്റ് ഗ്രാനൈറ്റ് ആണ് കിച്ചൺ ടോപ്സിന് യൂസ് ചെയ്തിരിക്കുന്നത്. കുറച്ച് കബോർഡ്സ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് സെഞ്ചുറി പ്ലൈവുഡ് ആൻഡ് ലാമിനേറ്റ്സ് വെച്ചാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതേ തീമിനോട് അനുയോജ്യമായിട്ടുള്ള കർട്ടൺ ബ്ലൈൻഡ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫേബറിന്റെ ഹോബ് ആൻഡ് ഫുഡ്സ് ആണ് ഇത് യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മൾ നേരത്തെ ലിവിംഗ് റൂമിൽ കണ്ട പോലത്തെ പ്രൊഫൈൽ ലൈറ്റ്സും ഈ കിച്ചന് കൊടുത്തിട്ടുണ്ട്. നമ്മൾ കിച്ചണിൽ നിന്ന് നേരെ വരുമ്പോൾ ഡൈനിങ് ഏരിയ ആണ് കാണുന്നത്. ഇതൊരു 6 പേർക്കൊക്കെ ഇരുന്ന് കഴിക്കാൻ പറ്റുന്ന വിശാലമായിട്ടുള്ള ഡൈനിങ് ഏരിയ ആണ്. ഇത് തേക്കൊണ്ടാണ് ഈ ഡൈനിങ് സെറ്റ് ചെയ്തിരിക്കുന്നത്. മുകളിൽ ഗ്ലാസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പെബിൾസ് വെച്ചിട്ട് ഇത് കുറച്ചുകൂടി ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഒരു ക്രോക്കറി ഷെൽഫാണ്. ഇത് നിർമ്മിച്ചിരിക്കുന്നതും സെഞ്ചുറി പ്ലൈവുഡ് ആൻഡ് ലാമിനേറ്റ്സ് വെച്ചിട്ടാണ്. ഇതിനോട് ചേർന്ന് തന്നെ ഒരു വാഷിംഗ് കൗണ്ടർ കൊടുത്തിട്ടുണ്ട്. ഈ വാഷിംഗ് കൗണ്ടർ കൂടുതൽ ഭംഗിയാക്കാനായിട്ട് ഒരു ടച്ച് മിററും ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. ഈ ഡൈനിങ് ഏരിയയോട് ചേർന്ന് തന്നെയാണ് ഈ വീടിന്റെ മാസ്റ്റർ ബെഡ്റൂം വരുന്നത്. പ്ലൈവുഡ് വെച്ചിട്ടാണ് ബെഡ് കോട്ട് നിർമ്മിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ അടിയിൽ ഒരു സ്റ്റോറേജ് സ്പേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ വരുന്ന ഒരു വാർഡ്രോബ് വിത്ത് ഡ്രസ്സിംഗ് യൂണിറ്റ് ഈ ഒരു മാസ്റ്റർ ബെഡ്റൂമിന്റെ കോർണറിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു റൂമിന്റെ ഒരു തീമോട് യോജിച്ചിട്ടുള്ള ഒരു കർട്ടനും ഈ മാസ്റ്റർ ബെഡ്റൂമിന്റെ ഭംഗി കൂട്ടുന്നുണ്ട്. GA പൈപ്പില് തേക്ക് പുട്ട് പാനൽ ചെയ്തിട്ടാണ് ഹാൻഡ് ഡ്രില്ല് നിർമ്മിച്ചിരിക്കുന്നത്. ലെപ്പോത്ര ഗ്രാനൈറ്റ് ആണ് സ്റ്റെപ്പിന് വേണ്ടി യൂസ് ചെയ്തിരിക്കുന്നത്. കുറച്ചുകൂടി ഗ്രിപ്പ് കിട്ടും എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത.
ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ ആൻഡ് ഇന്റീരിയർ ഡിസൈൻ രംഗത്ത് 15 വർഷത്തിലേറെ പരിചയ സമ്പത്തുള്ള ഹോമൻ ബിൽഡേഴ്സ് ആൻഡ് ഇന്റീരിയർ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. റെസിഡൻഷ്യൽ ആൻഡ് കൊമേഴ്ഷ്യൽ പ്രൊജക്ടുകളിൽ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്ന ഹോമൻ ബിൽഡേഴ്സ് ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ ആയാലും ഇന്റീരിയർ വർക്കായാലും കൃത്യതയോടെ സമയബന്ധിതമായി പൂർത്തീകരിക്കുന്നതിൽ വിദഗ്ധരാണ്. മൂലമറ്റത്തെ KSEB ഉദ്യോഗസ്ഥയായ സെൽവി മാഡത്തിന്റെ വീടാണ് നമ്മളിന്ന് പരിചയപ്പെട്ടത്. മറ്റൊരു വീടിന്റെ വിശേഷവുമായി മൈഫിനർത്തിന്റെ അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം.